ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. KTET എക്സാം ഒക്കെ ആവാറായില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വില്യം ഷേക്സ്പിയേഴ്സ് ലോങ്സ്റ്റ് പ്ലേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് വില്യം ഷേക്സ്പിയറിന്റെ ലോങ്സ്റ്റ് പ്ലേ? മാക്ബെത്ത്, മച്ച് അഡോ അബൌട്ട് നത്തിങ്, ഹാംലെറ്റ്, ഹെൻറി ഫോർത്ത് പാർട്ട് 1. ഓപ്ഷൻ സി ഹാംലെറ്റ് ആണ് ശരി ഉത്തരം. ഹാംലെറ്റ് is William Shakespeare's longest play. It is a tragedy about Prince Hamlet's quest for revenge against his uncle Claudius, who murdered Hamlet's father. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേ ആണല്ലേ. ഹാംലെറ്റിന്റെ അച്ഛനെ കൊന്നത് അങ്കിൾ ആയിട്ടുള്ള ക്ലോഡിയസ് ആണ്. അദ്ദേഹത്തോട് റിവെഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഹാംലെറ്റിനെയാണ് നമുക്ക് ഈ പ്ലേയിലുടനീളം കാണാൻ സാധിക്കുന്നത്. ബി പേഷ്യന്റ് ടിൽ ദ ലാസ്റ്റ് ആർ ദ വേർഡ്സ് ഓഫ്. ആരുടെ വാക്കുകളാണ് ബി പേഷ്യന്റ് ടിൽ ദ ലാസ്റ്റ്? ബ്രൂട്ടസ്, മാർക്ക് ആന്റണി, ജൂലിയസ് സീസർ, കാസിയസ്. ഇതിൽ ആരുടെ വാക്കുകളാണ് ബി പേഷ്യന്റ് ടിൽ ദ ലാസ്റ്റ്? ഓപ്ഷൻ എ ബ്രൂട്ടസിന്റെ വാക്കുകളാണിവ. Be patient till the last is a quote from William Shakespeare's play Julius Caesar. It is part of a speech given by Brutus at Caesar's funeral. വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ പ്ലേയില് ബ്രൂട്ടസ് സീസറിന്റെ ഫ്യൂണറലില് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നുണ്ട് അല്ലേ. അതിലെ ഒരു വരിയാണ് ബി പേഷ്യന്റ് ടിൽ ദ ലാസ്റ്റ് എന്നുള്ളത്. A posthumously published novel by Jane Austen. ജെയിൻ ഓസ്റ്റന്റെ മരണശേഷം പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോവൽ ഏതാണെന്നാണ് ചോദ്യം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പെർസ്വേഷൻ, എമ, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് പെർസ്വേഷൻ ആണ്. ജെയിൻ ഓസ്റ്റൻസ് നോവൽ നോർത്താംഗ്ര അബേ ആൻഡ് പെർസ്വേഷൻ were published under her name after her death in 1817. 1817 ജെയിൻ ഓസ്റ്റന്റെ മരണശേഷം അവരുടെ പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള 2 വർക്കുകളാണ് നോർത്താംഗ്ര അബേയും പെർസ്വേഷനും. During her lifetime, her novels were published anonymously under the pen name by a lady or by the author of Sense and Sensibility. എന്നാൽ ജെയിൻ ഓസ്റ്റൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പുറത്തിറക്കിയ നോവലുകളെല്ലാം ബൈ എ ലേഡി, ബൈ ദ ഓതർ ഓഫ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന പേരുകളിലൊക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മരണശേഷം മാത്രമാണ് നോർത്താംഗ്ര അബേയും പെർസ്വേഷനും ജെയിൻ ഓസ്റ്റന്റെ പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. The Tower of Balliol is associated with. The Tower of Balliol ആരുമായി ബന്ധപ്പെട്ടതാണ്? ചാൾസ് ഫസ്റ്റ്, മേരി ക്വീൻ ഓഫ് സ്കോട്സ്, W.B. Yeats, ഓസ്കർ വൈൽഡ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി W.B. Yeats ആണ്. The Tower of Balliol is famously associated with W.B. Yeats. W.B. Yeatsമായി ബന്ധപ്പെട്ടതാണ് The Tower of Balliol എന്ന് പറയുന്നത്. He referred to it as his symbolic home. അദ്ദേഹം The Tower of Balliol തന്റെ സിംബോളിക് ഹോം ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. Complete the quote. Into that heaven of freedom, my father let my country dash. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയത്തിലെ വരിയാണ്. നമ്മളോട് ആ വേർഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Let my country enter, let my country appear, let my country awake, let my country endure. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി awake ആണ്. Let my country awake. Into that heaven of freedom, my father let my country awake. This is from the poem Where the Mind is Without Fear by Rabindranath Tagore, part of his collection ഗീതാഞ്ജലി. രവീന്ദ്രനാഥ ടാഗോറിന്റെ വളരെ ഫേമസ് കളക്ഷൻ ആയിട്ടുള്ള ഗീതാഞ്ജലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള Where the Mind is Without Fear എന്ന പോയത്തിലെ ഒരു വരിയാണ് Into that heaven of freedom, my father let my country awake എന്ന് പറയുന്നത്. The short and simple annals of the poor is a line from. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയത്തിലെ വരിയാണല്ലേ. ഓപ്ഷൻ എ റോബർട്ട് ബാൺസ്, ഓപ്ഷൻ ബി വില്യം ബ്ലേക്ക്, ഓപ്ഷൻ സി തോമസ് ഗ്രേ, ഓപ്ഷൻ ഡി ജോൺ മിൽട്ടൺ. ഓപ്ഷൻ സി തോമസ് ഗ്രേ ആണ് ശരി ഉത്തരം. ഈ വരി നമുക്ക് കാണാൻ പറ്റുക തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലാണ്. Grimm's law described the change of sound that affected consonants, vowels, diphthongs, semi-vowels. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ കൺസണൻസ് ആണ്. കൺസണൻസിനെ എഫക്ട് ചെയ്തിട്ടുള്ള സൗണ്ട് ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഗ്രിംസ് ലോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. The story of Robin Hood was originally told in the form of. The story of Robin Hood ഇതിൽ ഏത് ഫോമിലായിരുന്നു പറഞ്ഞിരുന്നതെന്നാണ്? സോങ്സ്, ബാലഡ്സ്, എപ്പിക്, പ്ലേസ്.
ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബാലറ്റ്സ് ആണ്. ബാലറ്റ്സിലൂടെയാണ് സ്റ്റോറി ഓഫ് റോബിൻഹുഡ് ഒറിജിനൽ ആയിട്ട് പറഞ്ഞു പോന്നിരുന്നത്. ദ ഫൊനീം ഡ ആസ് ഫ്രിക്കറ്റീവ്, അഫ്രിക്കേറ്റ്, പ്ലോസീവ്, സ്പൈറന്റ്. ഡ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്നാണ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി പ്ലോസീവ് ആണ്. പ്ലോസീവ് വിഭാഗത്തിൽ പെടുന്ന സൗണ്ടാണ് ഡ എന്ന് പറയുന്നത്. രണ്ട് തരം പ്ലോസീവുകളാണുള്ളത്, ഒന്ന് വോയിസ്ലെസ് ആൻഡ് ഒന്ന് വോയിസ്ഡ്. വോയിസ്ലെസ് പ്ലോസീവ്സിൽ വരുന്ന സൗണ്ട്സ് ആണ് പ, ട്, ക. എന്നാൽ വോയിസ്ഡ് പ്ലോസീവ്സ് ആണ് ബ, ഡ, ഗ. അടുത്ത ചോദ്യം ഇതാണ്. ദ സ്കൂൾ വേർ ചാൾസ് ലാംബ് സ്റ്റഡീഡ്. ചാൾസ് ലാംബ് പഠിച്ചിട്ടുള്ള സ്കൂളിന്റെ പേര് ഏതാണെന്നാണ് ചോദ്യം. ക്രൈസ്റ്റ് ഗ്രാമർ സ്കൂൾ, ക്രൈസ്റ്റ് ഓർഫനേജ്, ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ, ക്രൈസ്റ്റ് അക്കാഡമി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ചാൾസ് ലാംബ് സ്റ്റഡീഡ് അറ്റ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂൾ ഇൻ ലണ്ടൻ. ലണ്ടനിലുള്ള ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിലാണ് ചാൾസ് ലാംബ് പഠിച്ചിട്ടുള്ളത്. വിറ്റ്മാൻ lived and died in the 18th century, 19th century, 18th, 19th century, 19th, 20th century. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വാൾട്ട് വിറ്റ്മാൻ lived primarily in the 19th century, having been born in 1819 and dying in 1892. സോ അദ്ദേഹം ജനിച്ചതും മരിച്ചതും എല്ലാം 19th സെഞ്ചുറിയിൽ തന്നെയാണ്. ഹെറോൾഡ് പിന്റേഴ്സ് ഫസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ. ഹെറോൾഡ് പിന്ററിന്റെ ആദ്യത്തെ ഫുൾ ലെങ്ത് പ്ലേ ഏതാണെന്നാണ് ചോദ്യം. The Room, The Dumb Waiter, The Birthday Party, A Slight Ache. ഓപ്ഷൻ സി ദ ബർത്ത്ഡേ പാർട്ടി ആണ് ശരിയുത്തരം. ദ ബർത്ത്ഡേ പാർട്ടി ആണ് ഹെറോൾഡ് പിന്ററിന്റെ ആദ്യത്തെ ഫുൾ ലെങ്ത് പ്ലേ ആയിട്ട് വരുന്നത്. വെരി ഇൻഫോർമൽ ലാംഗ്വേജ് യൂസ്ഡ് ബൈ സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇസ് കോൾഡ്. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ രജിസ്റ്റർ, ഓപ്ഷൻ ബി സ്ലാങ്, ഓപ്ഷൻ സി ജാർഗൻ, ഓപ്ഷൻ ഡി ഡയലക്ട്. ഈ 4 ഓപ്ഷൻസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കത് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. രജിസ്റ്റർ. Register is a form of language or variety of a language that is specific to a particular social setting or purpose. ഓരോരോ സോഷ്യൽ സെറ്റിങ്ങിലും മാത്രമായി ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ വെറൈറ്റിയെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുക. നമ്മളൊരു കോഫി ഷോപ്പിൽ സംസാരിക്കുന്ന പോലെയല്ല വീട്ടിൽ സംസാരിക്കുക അല്ലേ? അതുപോലെ ആവില്ല ഓഫീസിലോ സ്കൂളിലോ സംസാരിക്കുക. സോ ഓരോ പർട്ടിക്കുലർ സോഷ്യൽ സെറ്റിങ്ങിനനുസരിച്ച് ഓരോ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുക. അപ്പൊ സ്ലാങ് എന്താണ്? A type of language that is too informal to use in certain situation. ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ സ്ലാങ് എന്ന് പറയുക. അപ്പൊ ജാർഗൻ എന്താണ്? Jargon refers to the specialized vocabulary, technical terms, and expressions used by a particular group or profession which may not be understood by outsiders. നമ്മളിപ്പോൾ ലിറ്ററേച്ചറിലെ തിയറീസിലോ അല്ലെങ്കിൽ ഇപ്പോൾ സയൻസിലെ ഓരോ വിഭാഗത്തിലോ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വേർഡ്സ് ഉണ്ട്. അത് അതിന് പുറത്തുള്ളവർക്ക് അറിയില്ല. അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് വൊക്കാബുലറിയെയോ ടെക്നിക്കൽ ടേംസിനെയോ ഒക്കെയാണ് ജാർഗൺ എന്ന് പറയുക. അത് ആ സ്ട്രീമിലുള്ളവർക്ക് മനസ്സിലാവുമെന്നല്ലാതെ പുറത്തുള്ളവർക്ക് അത് വായിച്ചാൽ മനസ്സിലാവാൻ പോകുന്നില്ല. അടുത്തതാണ് ഡയലക്ട്. A variety of a language that signals where a person comes from. ഒരു വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ് ഡയലക്ട്. അവർ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് തൃശ്ശൂർക്കാരെയും പാലക്കാടുകാരെയും തിരുവനന്തപുരംകാരെയും അല്ലെങ്കിൽ മറ്റ് ജില്ലക്കാരെയൊക്കെ നമുക്ക് പ്രത്യേകം വേർതിരിച്ച് പറയാൻ സാധിക്കുന്നത്. കാരണം അവരുടെയൊക്കെ ലാംഗ്വേജ് വളരെ വ്യത്യസ്തമാണ്. ഓരോ സ്ഥലം അനുസരിച്ച് അതിൽ വ്യത്യസ്തതയുണ്ടല്ലേ. സംഭവം എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത് വെച്ചാലും. ഇതിനെയാണ് നമ്മൾ ഡയലക്ട് എന്ന് പറയുക. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വെരി ഇൻഫോർമൽ ലാംഗ്വേജ് യൂസ്ഡ് ബൈ സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഇസ് കോൾഡ് സ്ലാങ്. ഗൈനോക്രിറ്റിസിസം ഇസ് ടേം അസോസിയേറ്റഡ് വിത്ത്. ആരുമായി ബന്ധപ്പെട്ടതാണ് ഗൈനോക്രിറ്റിസിസം? അലൈൻ ഷോവോൾട്ട, സീമൻ ജി ബുവർ, വെർജിനിയ വുൾഫ്, ജുഡിത്ത് ബട്ട്ലർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എലൈൻ ഷോവോൾട്ടറുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഗൈനോക്രിറ്റിസിസം. A dramatic poem explicitly excluded by Arnold from his 1853 collection of poems. മാത്യു ആർണോൾഡിന്റെ ഏത് ഡ്രമാറ്റിക് പോയാണ് അദ്ദേഹത്തിന്റെ 1853 കളക്ഷൻ ഓഫ് പോയംസ് എന്ന് എക്സ്ക്ലൂഡ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൊറാബ് ആൻഡ് റസ്റ്റം, ഓപ്ഷൻ ബി എംപഡോക്കിൾസ് ഓൺ എറ്റ്ന, ഓപ്ഷൻ സി ദ ഗ്രമാറിയൻസ് ഫ്യൂണറൽ, ഓപ്ഷൻ ഡി മെറോപ്പ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി എംപഡോക്കിൾസ് ഓൺ എറ്റ്നയാണ്. എംപഡോക്കിൾസ് ഓൺ എറ്റ്നയാണ് അദ്ദേഹത്തിന്റെ 1853 കളക്ഷൻ എന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
യയാതി ഇസ് എ പ്ലേ ബൈ. യയാതി ആരുടെ പ്ലേ ആണെന്നാണ് ചോദ്യം. കർണാഡ്, ടെണ്ടുൽക്കർ, ദത്താനി, ടാഗോർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഗിരീഷ് കർണാഡ് ആണ്. അദ്ദേഹത്തിന്റെ പ്ലേ ആണ് യയാതി. അദ്ദേഹത്തിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് പ്ലേയും കൂടെ നമുക്ക് നോക്കിയാലോ. തുഗ്ലക്, ഹയവദന, നാഗമണ്ഡല, ദ ഫയർ ആൻഡ് ദ റെയിൻ, ദ ഡ്രീംസ് ഓഫ് ടിപ്പു സുൽത്താൻ, ഇതൊക്കെ കർണാടിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പിക്ക് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. തെറ്റായി സ്പെൽ ചെയ്തിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇംപേഴ്സണബിൾ, ഇംപ്ലേസബിൾ, ഇമ്മേഴ്സബിൾ, ഇംപ്ലോസിബിൾ. ഇതിൽ തെറ്റായിട്ടുള്ള വേർഡ് ഇമ്മേഴ്സബിൾ ആണ്. ഇവിടെ ഓപ്ഷൻ സി തെറ്റാവാനുള്ള കാര്യം ഏബിൾ എന്നാണ് ഓപ്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏബിൾ എന്നല്ല, IBLE എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇമ്മേഴ്സിബിൾ ആണ് ശരിയായിട്ട് വരിക. Had we but world enough and time, this dash lady were no crime. ആ സ്പേസിൽ പോയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ കാലസ്നെസ്, ഓപ്ഷൻ ബി കോയ്നെസ്, ഓപ്ഷൻ സി സ്ലോനെസ്, ഓപ്ഷൻ ഡി സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് കോയ്നെസ് ആണ്. ഈ വരികൾ ഇങ്ങനെയാണ് വരിക. ഹാഡ് വി ബട്ട് വേൾഡ് ഇനഫ് ആൻഡ് ടൈം, ദിസ് കോയ്നെസ് ലേഡി വർ നോ ക്രൈം. ഈ വരികള് ആൻഡ്രൂ മാവലിന്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറഞ്ഞ പോയത്തിലെ ഓപ്പണിംഗ് ലൈൻസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐ എം poor brother Lippo by your leave. This is the first line of the poem by. I am poor brother Lippo by your leave എന്ന് പറഞ്ഞിട്ടുള്ള വരി ആരുടെ പോയത്തിന്റെ ഫസ്റ്റ് ലൈൻ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ T.S. Eliot, ഓപ്ഷൻ ബി റോബർട്ട് ഫ്രോസ്റ്റ്, ഓപ്ഷൻ സി റോബർട്ട് ബ്രൗണിംഗ്, ഓപ്ഷൻ ഡി എഡ്വേർഡ് ലിയർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഒരു പോയത്തിലെ ആദ്യ വരിയാണ് ഐ എം പുവർ ബ്രദർ ലിപ്പോ ബൈ യുവർ ലീവ് എന്ന് പറയുന്നത്. The lines are from Robert Browning's dramatic monologue Fra Lippo Lippi, a narrative poem about the 15th century Florentine painter Filippo Lippi. ഈ വരികള് റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഡ്രമാറ്റിക് മോണലോഗ് ആയിട്ടുള്ള ഫ്രാ ലിപ്പോ ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവ് പോയത്തിന്റെ ആദ്യത്തെ വരികളാണ്. 15th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു ഫ്ലോറന്റൈൻ പെയിന്റർ ആയിട്ടുള്ള ഫിലിപ്പോ ലിപ്പിയെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. ദ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലൻഡ്. ആരാണ് സ്കോട്ട്ലൻഡിന്റെ നാഷണൽ പോയറ്റ്? ഓപ്ഷൻ എ വാൾട്ടർ സ്കോട്ട്, ഓപ്ഷൻ ഡി റോബർട്ട് സൗദേ, ഓപ്ഷൻ സി റോബർട്ട് ബേൺസ്, ഓപ്ഷൻ ഡി വാൾട്ടർ ഡി ലാമേ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. റോബർട്ട് ബേൺസ് ആണ് സ്കോട്ട്ലൻഡിന്റെ നാഷണൽ പോയറ്റ് ആയിട്ട് വരുന്നത്. ഹോപ്കിൻസ് called the individual essence of every natural thing. ഹോപ്കിൻസ് ഓരോ വസ്തുക്കളുടെയും ഇൻഡിവിജ്വൽ എസൻസിനെ വിളിച്ചിരുന്ന പേരെന്താന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസ്കേപ്പ്, ഓപ്ഷൻ ബി ഇൻസ്ട്രെസ്, ഓപ്ഷൻ സി സ്പ്രങ് റിതം, ഓപ്ഷൻ ഡി പൈറ്റ് ബ്യൂട്ടി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇൻസ്കേപ്പ് ആണ്. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എസൻസ് ഉണ്ടല്ലേ, അതിനെ ഹോപ്കിൻസ് വിളിച്ചിരുന്നത് ഇൻസ്കേപ്പ് എന്നാണ്. ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ ഇസ് ബൈ. ആരാണ് ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ എഴുതിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലിയോ ടോൾസ്റ്റോയ്, ഓപ്ഷൻ ബി ഫ്യോദോർ ദസ്തോവസ്കി, ഓപ്ഷൻ സി ജോസഫ് കോൺറാഡ്, ഓപ്ഷൻ ഡി വെർജീനിയ വുൾഫ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വെർജീനിയ വുൾഫ് ആണ് ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ എഴുതിയിട്ടുള്ളത്. വെർജീനിയ വുൾഫ്സ് ലിറ്റററി എസ്സേ ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ which analyzes Russian writers like Chekhov, Dostoevsky and Tolstoy. വെർജീനിയ വുൾഫ് ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ എസ്സേയില് റഷ്യൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ആന്റൺ ചെക്കോവിനെയും ദസ്തോവസ്കിയെയും ടോൾസ്റ്റോയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. Chapman's translation of the Odyssey inspired a sonnet by. ചാപ്മാന്റെ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിന്റെ ട്രാൻസ്ലേഷൻ ഒരു റൈറ്ററെ സോണറ്റ് എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ഷെല്ലി, ഓപ്ഷൻ സി കീറ്റ്സ്, ഓപ്ഷൻ ഡി കോൾറിഡ്ജ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി കീറ്റ്സ് ആണ്. Chapman's translation of the Odyssey inspired the sonnet on first looking into Chapman's Homer by John Keats. ചാപ്മാൻ ചെയ്തിട്ടുള്ള ഒഡീസിയുടെ ട്രാൻസ്ലേഷൻ കീറ്റ്സിനെയാണ് ഒരു സോണറ്റ് എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തത്. അങ്ങനെ ഇൻസ്പയർ ആയിട്ട് എഴുതിയിട്ടുള്ള ആ സോണറ്റിന്റെ പേരാണ് ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്ന് പറയുന്നത്. അത് ജോൺ കീറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളതെന്ന് പ്രത്യേകം ഓർത്തിരിക്കാം. The writer who was not born in India. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരാണ് ഇന്ത്യയിൽ ജനിക്കാത്ത റൈറ്റർ? ഓപ്ഷൻ എ റുഡിയാർഡ് കിപ്ലിംഗ്, ഓപ്ഷൻ ബി ജോർജ് ഓർവെൽ, ഓപ്ഷൻ സി ജോൺ മാസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി E.M. ഫോസ്റ്റർ.
തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി E.M. ഫോസ്റ്റർ ആണ് ഇന്ത്യയിൽ ജനിക്കാത്തത്. ബാക്കി റുഡിയാർഡ് കിപ്ലിംഗും ജോർജ് ഓർവെലും ജോൺ മാസ്റ്റേഴ്സും എല്ലാം ഇന്ത്യയിൽ ജനിച്ച ആളുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമുവൽ ലാംഗ്ഹോൺ ക്ലെമൻസ് എസ്. സാമുവൽ ലാംഗ്ഹോൺ ക്ലെമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഓഥറിന്റെ ആണെന്നാണ്? മാർക്ക് ട്വെയിൻ, ജോർജ് എലിയറ്റ്, ജോർജ് സാൻഡ്, സോൾ ബെലോ. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനൽ പേര് തന്നിട്ട് അവരുടെ പെൻ നെയിം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ജോർജ് ഓർവെലിന്റെ ശരിയായ പേര് എറിക് ആർതർ ബ്ലെയർ എന്നാണ്. മാർക്ക് ട്വെയിന്റെ ശരിയായ പേരാണ് സാമുവൽ ലാംഗ്ഹോൺ ക്ലെമൻസ് എന്ന് പറയുന്നത്. ജോർജ് എലിയറ്റിന്റെ പേരാണ് മേരി ആൻ ഇവാൻസ്. ലൂയിസ് കരോളിന്റെ പേരാണ് ചാൾസ് ലുട്വിഗ് ഡോഡ്സൺ. ഷാർലറ്റ് ബ്രോണ്ടയുടെ ശരിയായ പേരാണ് ക്യൂറർ ബെൽ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാവരുടെയും പേര് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ്. സോ ഇതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോറിയാന ഇസ് മെൻഷൻഡ് ഇൻ. തന്നിരിക്കുന്ന ഏത് വർക്ക്സിലാണ് നമുക്ക് ഗ്ലോറിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റുക? ഓപ്ഷൻ എ ഒർലാൻഡോ ഫ്യൂറിസോ, ഓപ്ഷൻ ബി എമോററ്റി, ഓപ്ഷൻ സി ദ ഫെയറി ക്വീൻ, ഓപ്ഷൻ ഡി ദ ഷെപ്പേർഡ്സ് കലണ്ടർ. ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ദ ഫെയറി ക്വീൻ ആണ്. നമുക്ക് ഗ്ലോറിയാനെ കാണാൻ പറ്റുക ദ ഫെയറി ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലാണ്. ദ ഫെയറി ക്വീൻ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് എപ്പിക് പോയാണ്. അത് എഴുതിയിട്ടുള്ളത് എഡ്മണ്ട് സ്പെൻസർ ആണ്. നാൻസീസ് മർഡർ ഒക്കേഴ്സ് ഇൻ. തന്നിട്ടുള്ള ഏത് വർക്കിലാണ് നാൻസീസ് മർഡർ നടക്കുന്നത്? ഓപ്ഷൻ എ സിലാസ് മർണർ, ഓപ്ഷൻ ബി ടെസ്റ്റ് ഓഫ് ദ ജുബവെൽസ്, ഓപ്ഷൻ സി ഒലിവർ ട്വിസ്റ്റ്, ഓപ്ഷൻ ഡി മാൻസ്ഫീൽഡ് പാർക്ക്. നാൻസീസ് മർഡർ നടക്കുന്നത് ചാൾസ് ഡിക്കൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലാണ്. ഐ എം സ്റ്റാൻഡിംഗ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ്. ദീസ് ലൈൻസ് ആർ ഫ്രം എ പോയം ബൈ. തന്നിട്ടുള്ള വരികൾ ആരുടെ പോയത്തിൽ നിന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കെ രാമാനുജൻ, ഓപ്ഷൻ ബി നിസം സക്കിയൽ, ഓപ്ഷൻ സി ശിവ് കെ കുമാർ, ഓപ്ഷൻ ഡി ജീവ് പട്ടേൽ. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നിസം സക്കിയൽ ആണ്. നിസം സക്കിയലിന്റെ ദ പാട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലാണ് ഐ എം സ്റ്റാൻഡിംഗ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ് എന്ന വരി കാണാൻ പറ്റുക. ഐ വിൽ ഡിഗ് വിത്ത് ഇറ്റ്, ദ വേർഡ്സ് ആർ ഫ്രം എ പോയം ബൈ. ഐ വിൽ ഡിഗ് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് ആരുടെ പോയത്തിലാണ് കാണാൻ പറ്റുകയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റോബർട്ട് ഫ്രോസ്റ്റ്, ഓപ്ഷൻ ബി വില്യം വർഡ്സ്വർത്ത്, ഓപ്ഷൻ സി സീമസ് ഹീനി, ഓപ്ഷൻ ഡി വില്യം ഗർനി. നമുക്ക് ആൻസർ നോക്കിയാലോ. I will dig with it as a line from the poem Digging by the Irish poet Seamus Heaney. ഐറിഷ് പോയറ്റ് ആയിട്ടുള്ള സീമസ് ഹീനിയുടെ ഡിഗിംഗ് എന്ന് പറഞ്ഞ പോയത്തിലാണ് I will dig with it എന്ന വരി കാണാൻ പറ്റുക. Digging is the opening poem of Seamus Heaney's first collection, Death of a Naturalist. സീമസ് ഹീനിയുടെ ആദ്യ കളക്ഷൻ ആയിട്ടുള്ള ഡെത്ത് ഓഫ് എ നേച്ചറലിസ്റ്റിലെ ഓപ്പണിംഗ് പോയാണ് ഡിഗിംഗ് എന്ന് പറയുന്നത്. The damsel with the dulcimer was an. Option A Ethiopian, option B Abyssinian, option C Patagonian, option D Hebridean. Damsel with the dulcimer refers to the famous opening line from Samuel Taylor Coleridge's poem Kubla Khan, describing an Abyssinian maid who sings of Mount Abora. ഡാംസൽ വിത്ത് ഡൽസിമർ നമുക്ക് കാണാൻ പറ്റുക കോളറിഡ്ജിന്റെ വളരെ ഫേമസ് പോയ ആയിട്ടുള്ള കുബ്ല ഖാനിലാണ്. അവര് ഒരു അബിസിനിയൻ മെയ്ഡ് ആണെന്നാണ് നമ്മുടെ കോളറിഡ്ജ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ അബിസിനിയൻ മെയ്ഡ് മൗണ്ട് അബോറയെ പറ്റിയിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റോളജി ഇസ് എ വർക്ക് ഇൻ ഡാഷ് പാർട്സ് ബൈ ഡാഷ്. സെപ്റ്റോളജി എന്ന് പറഞ്ഞ വർക്ക് എത്ര പാർട്സ് ആയിട്ടാണുള്ളത്, അത് ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. The Septology is a series of 7 novels written by the Norwegian author Jon Fosse. So Septology എന്ന് പറയുന്നത് ഒരു 7 നോവലുകളുടെ സീരീസ് ആണ്. അത് എഴുതിയിട്ടുള്ളത് നോർവീജിയൻ ഓഥർ ആയിട്ടുള്ള യോൺ ഫോസ ആണ്. The form of when I consider how my light is spent. When I consider how my light is spent എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഏത് ഫോമിലാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എലിജി, ഓപ്ഷൻ ബി സോനെറ്റ്, ഓപ്ഷൻ സി എസ്സേ, ഓപ്ഷൻ ഡി സർമൺ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സോണറ്റ് ആണ്. When I consider how my life is spent is a sonnet by John Milton. ജോൺ മിൽട്ടന്റെ സോണറ്റ് ആണ് When I consider how my life is spent എന്ന് പറയുന്നത്.
The poem explores his blindness and his relationship with God. ഈ സോണറ്റ് എഴുതുന്നത് അദ്ദേഹം ബ്ലൈൻഡ് ആയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബ്ലൈൻഡ്നെസ്സും അദ്ദേഹത്തിന് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഒക്കെയാണ് ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് പോയം ഇസ് ഓൾസോ നോൺ ആസ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഈ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. Jacques' speech beginning all the world's stage can be called dash. ജാക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ തന്റെ സ്പീച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഓൾ ദ വേൾഡ് സ്റ്റേജ് എന്ന്. ആ വരി ഏത് മെറ്റഫറിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഇംപ്ലിസിറ്റ് മെറ്റഫർ, എക്സ്റ്റെൻഡഡ് മെറ്റഫർ, ഡെഡ് മെറ്റഫർ, എക്സെപ്റ്റഡ് മെറ്റഫർ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഈ വരി നമുക്ക് കാണാൻ പറ്റുക വില്യം ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലാണ്. The expression in his cups suggests that the person in question is. In his cups എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? Having tea or coffee, cleaning his teeth and mouth, washing up, drunk. ഇതിൽ എന്താണ് in his cups എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ അർത്ഥം? The phrase in his cups is an idiom meaning drunk or intoxicated. അപ്പോൾ ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഡ്രങ്ക് ആണ്. The writer who recently survived an assassination attempt. ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് സർവൈവ് ചെയ്തിട്ടുള്ള റൈറ്റർ ആരാണെന്നാണ് ചോദ്യം. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്, അരുന്ധതി റോയ്, സൽമാൻ റുഷ്ദി, പെരുമാൾ മുരുകൻ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, സൽമാൻ റുഷ്ദി ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റും കൂടി ഉണ്ട്. നൈഫ് Meditations After an Attempted Murder is an autobiographical book by the British Indian writer Salman Rushdie, first published in April 2024. The book recounts the stabbing attack on Rushdie in 2022. 2022 സൽമാൻ റുഷ്ദിക്ക് ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് നേരിടേണ്ടി വരുന്നത്. അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം 2024 നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് പുറത്തിറക്കുണ്ടായിട്ടുണ്ട്. ദ റെഫറൻസ് ടു ജസ്റ്റിൻ പിലാത്തെ occurs in an essay by. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആരുടെ എസ്സേയിലാണ് ജസ്റ്റിൻ പിലാത്തയുടെ റെഫറൻസ് കാണാൻ പറ്റുക? ഓപ്ഷൻ എ ബേക്കൺ, ഓപ്ഷൻ ബി ലാംബ്, ഓപ്ഷൻ സി ഗാർഡനർ, ഓപ്ഷൻ ഡി മെക്കാലെ. The phrase Justin Pilate appears in the essay Of Truth by Francis Bacon. ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ എസ്സേയിലാണ് ജസ്റ്റിൻ പിലാത്തയുടെ റെഫറൻസ് കാണാൻ പറ്റുക. നേച്ചർ നെവർ ഡിഡ് ബിട്രേ ദ ഹാർട്ട് ദാറ്റ് ലവ്ഡ് ഹർ. ദീസ് ആർ ദ വേർഡ്സ് ഓഫ്. തന്നെ സ്നേഹിച്ച ഹൃദയത്തെ ഒരിക്കലും പ്രകൃതി ചതിക്കില്ല. ആരാണ് ഇത്തരത്തിലുള്ള വേർഡ്സ് പറഞ്ഞത്? ഓപ്ഷൻ എ വില്യം വേർഡ്സ്വർത്ത്, ഓപ്ഷൻ ബി വില്യം ഷേക്സ്പിയർ, ഓപ്ഷൻ സി വില്യം യേറ്റ്സ്, ഓപ്ഷൻ ഡി വില്യം കോളിൻസ്. The line, nature never did betray the heart that loved her, is from William Wordsworth's poem, Lines Written a Few Miles Above Tintern Abbey. വില്യം വേർഡ്സ്വർത്ത് തന്നെയാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ലൈൻസ് റിട്ടൺ എ ഫ്യൂ മൈൽസ് അബൌട്ട് ടിന്റൺ ആബി എന്ന വർക്കിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെപ്പോളിയൻ is a character in. തന്നിരിക്കുന്ന ഏത് വർക്കിലാണ് നെപ്പോളിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റുക? ഓപ്ഷൻ എ 1984, ഓപ്ഷൻ ബി Animal Farm, ഓപ്ഷൻ സി Ulysses, ഓപ്ഷൻ ഡി The Ambassadors. Napoleon is a character in George Orwell's novella Animal Farm. നെപ്പോളിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റുക ജോർജ് ഓർവെലിന്റെ അനിമൽ ഫാം എന്ന് പറഞ്ഞ നൊവെല്ലയിലാണ്. നെപ്പോളിയൻ ഒരു പിഗാണ്. He represents Joseph Stalin and the rise of authoritarianism in Soviet Russia. നെപ്പോളിയൻ എന്ന് പറയുന്ന പിഗ് ജോസഫ് സ്റ്റാലിനെയും സോവിയറ്റ് റഷ്യയിൽ ഉയർന്നു വന്ന അതോറിറ്റേറിയനിസത്തിനെയും ഈ കഥയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. T.S. Eliot named the second part of The Wasteland after the title of a play by. Option A Middleton, option B Shakespeare, option C Marlowe, option D Bhasa. T.S. Eliot named the second part of The Wasteland, a game of chess, after the title of a play by Thomas Middleton called A Game at Chess. തോമസ് മിഡിൽട്ടന്റെ എ ഗെയിം അറ്റ് ചെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയുടെ ടൈറ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് T.S. എലിയറ്റ് തന്റെ വേസ്റ്റ്ലൻഡ് എന്ന് പറഞ്ഞ വർക്കിന്റെ സെക്കൻഡ് പാർട്ടിന് എ ഗെയിം ഓഫ് ചെസ് എന്ന് പേരിട്ടത്. ഡോക്ടർ പ്രിംറോസ് ആസ് ദ ടൈറ്റിൽ ക്യാരക്ടർ എൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വർക്കിലെ ടൈറ്റിൽ ക്യാരക്ടറാണ് ഡോക്ടർ പ്രിംറോസ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ദ ഇംഗ്ലീഷ് ടീച്ചർ, ഓപ്ഷൻ ബി ദ വികാർ ഓഫ് വേക്ക്ഫീൽഡ്, ഓപ്ഷൻ സി എ കൺട്രി ഡോക്ടർ,
Option D, the interpreter of melodies. Dr. Primrose is a character in The Vicar of Wakefield, a novel by Oliver Goldsmith. ഒലിവർ ഗോൾഡ്സ്മിത്തിന്റെ നോവലായിട്ടുള്ള ദ വികാർ ഓഫ് വേക്ക്ഫീൽഡിലെ ടൈറ്റിൽ ക്യാരക്ടറാണ് ഡോക്ടർ പ്രിംറോസ് എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.